നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. രാവിലെ തന്നെ ഷാനവാസ് ജിസേലിൻ്റെ അടുത്തും ശൈത്യൻ്റെ അടുത്തും ബിൻസിൻ്റെ അടുത്തും പോയിരുന്നിട്ട് ഇന്നലത്തെ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ജിസേൽ പറയാണ്, 2 ദിവസം കൂടി ഞാൻ ഇന്നലെയാണ് ഒന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് എന്ന്. കാരണം ഇന്നലെ ഷാനവാസിന് പകരം രഞ്ജിത്താണല്ലോ പുറത്തേക്കായത്. അപ്പോൾ രഞ്ജിത്ത് ഉറങ്ങാതെ ഇരുന്നു, അതുകൊണ്ട് തന്നെ ജിസേലിന് കിടന്ന് ഉറങ്ങാൻ പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അപ്പം നന്നായില്ലേ, ഞാൻ അകത്തായത് നന്നായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ ചോദിക്കുന്നു, അത് നിങ്ങളുടെ കഴിവല്ലല്ലോ, അക്ബർ നിങ്ങളകത്തേക്ക് ആക്കിയതല്ലേ, അപ്പോൾ അക്ബറിനാണ് നന്ദി പറയേണ്ടതെന്ന്. പിന്നെ ഷാനവാസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിന്നില്ല, അതവിടെ വെച്ച് നിർത്തി. രേണു ബാത്റൂമിൻ്റെ ഏരിയയിൽ നിന്നിട്ട് കരയുകയാണ്. കുട്ടികളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അതിനുശേഷം ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കിന് നെവിൻ രേണുവിനെ അനുകരിച്ച് കാണിക്കുന്നു. അപ്പോൾ ആ കരച്ചിലൊക്കെ മാറുന്നു. നെവിൻ ശരിക്കും ഒരു എൻ്റർടൈനർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കണ്ടന്റ് തരുന്നുണ്ട്, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നിലവിൽ കേട്ടോ. ഇനി അങ്ങോട്ട് എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല, ഒന്നും പറയാൻ പറ്റൂലേ, ചിലപ്പോൾ അങ്ങ് വെറുപ്പിച്ച് കളയും. നെവിൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷും അനുവും കൂടെ രാവിലെ തന്നെ ഭയങ്കര വഴക്കാണ്. ബിഗ് ബോസ് അനുവിൻ്റെ അടുത്ത് ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പം അനീഷ് അതിലേ കയറി പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അനു ആകാശത്തു നിന്ന് താഴെ വരണം, നിലത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനു അതിനനുസരിച്ചിട്ട് തിരിച്ച് പറയുന്നുമുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നിന്ന് സംസാരിച്ചതിന് ശേഷം അനീഷും രേണുവും കൂടെ ഇതേപോലെ അടിയായി. അനീഷ് രേണു കണ്ണടച്ച് കിടന്നപ്പോഴത്തേക്കിനും രേണു ഇവിടെ ഉറങ്ങാൻ പാടില്ല, കണ്ണടച്ചു, പട്ടീനെ കൊണ്ട് ഞാൻ കുരപ്പിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് രേണുവിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണു ഭയങ്കര ഉറക്കെ തിരിച്ച്, താൻ എന്താണോ ഇങ്ങനെ നടക്കുന്നത്, താൻ എന്തിനാണോ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്, തനിക്ക് നാണയില്ലാത്തവനെ എന്നൊക്കെ വിളിച്ചിട്ട് രേണു നല്ലതുപോലെ തിരിച്ച് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് കിച്ചണിൽ രാവിലെ മുതൽ ഉണിയിലും റെനയും തമ്മിലൊരു ഒരസൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം റെന രാവിലെ മുതൽ കിച്ചൺ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒണിയിൽ ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പിട്, സവാള ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒണിയിൽ തിരിച്ച് പറയുന്നുണ്ട്, അതിന് നീ പറയുന്നത് ആരാ കേൾക്കുന്നത്, നിൻ്റെ ഒപ്പീനിയൻ ആരെടുക്കുന്നു, സെർലാക്കെ എന്നൊക്കെ വിളിച്ചിട്ട് തിരിച്ച് റെനേനേയും പറയുന്നുണ്ട്. ആക്ച്വലി ഒണിയലിനും രഞ്ജിത്തിനും റെനേൻ്റെ അടുത്തൊരു ഗ്രഡ്ജുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ഇവരെ രണ്ടുപേരെയും റെന നോമിനേറ്റ് ചെയ്യുകയും ഇവർക്കെതിരെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും റെനേൻ്റെ അടുത്തൊരു ഗ്രഡ്ജുണ്ട്. അത് പല സാഹചര്യങ്ങളിലും വിസിബിളുമാണ്. റെന ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവർ തിരിച്ചും കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ റെനേനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും പിന്നെ ഒരു തരത്തിലുള്ള കാർഡ് ഇറക്കാനും നിൽക്കരുത്. ഇന്ന് റെന മനഃപൂർവ്വം രാവിലെ മുതൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ഏരിയയിൽ പോയി നിൽക്കുകയാണ്. ഇങ്ങനെ രാവിലെ മുതൽ ഇവർ പല രീതിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. റെന ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് പണിക്ക് തടസ്സാവുന്നു, പണി ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ തുപ്പൽ വീഴുന്നു, ഇവിടെ വന്ന് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുള്ളത് ഒണിയയിലും തിരിച്ച് കീടങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് കയ്യിലൊക്കെ കീടമായി എന്ന് പറഞ്ഞിട്ട് റെനയും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിപ്പിച്ചിരുത്തുകയാണ്. അവിടെ ആര്യനും അനീഷും കൂടെ അടി. ആര്യന് ഹോട്ടലുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ആര്യൻ പണക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അനീഷ് ഉണ്ടാക്കുന്ന ക്രിയേറ്റഡ് കണ്ടന്റ് ആണ് അവിടെ കൂടുതലും ഉള്ളത്. മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവർ മനഃപൂർവ്വം ഓരോ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുക തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ തന്നിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അനീഷിന് അങ്ങനെ ഒരു ഈഗോ വെച്ചുകൊണ്ട് നടക്കുകയോ ഒരു ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നത് പോലെയോ അങ്ങനെയുള്ളതൊന്നുമില്ല. പുള്ളി ഇതൊക്കെ മറ്റുള്ളവരിലുണ്ടാക്കും, എന്നിട്ട് അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അതാണ് പുള്ളിയുടെ ഗെയിം. അതേതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമല്ല, ബാക്കിയുള്ള 18 പേരെയും ഒരേപോലെ പ്രൊവോക്ഡ് ആക്കും. അതുകൊണ്ട് അവർ തന്നെ അനീഷിനെ വിളിക്കുന്നത് പൊതുശല്യം എന്നുള്ളതാണ്. അങ്ങനെ ഈ അനീഷിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മണിപ്പുരയുടെ 2ാം എൻട്രി. അപ്പോൾ അക്ബറാണ് വീക്ക്ലി ടാസ്കിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ബറിന് മാത്രമേ മണിപ്പുരയിലേക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് ഇവരോട് പറയുകയാണ്, അപ്പോൾ ഫുഡൊന്നും ഇല്ല കേട്ടോ, ആകെ ഉണ്ടായിരുന്ന ഗോതമ്പ് പൊടി കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. അപ്പോൾ ഇവരോട് ബിഗ് ബോസ് പറയുകയാണ്, പണിയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾ ആകെ അസ്വസ്ഥരാണല്ലേ, ആവശ്യത്തിന് ഫുഡും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുകയാണല്ലേ. ബിഗ് ബോസ് പറയുന്നു, നല്ല വസ്ത്രം ഇട്ട് അണിഞ്ഞൊരുങ്ങി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഉള്ള വസ്ത്രം ഇട്ടിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്നതാണ് നല്ലത് എന്ന്. അപ്പോൾ അത് ഇന്നലെ ബിന്നി
അക്ബറിൻ്റെ അടുത്ത് പോയി പറഞ്ഞതാണ്. അക്ബറിന് മാത്രമാണല്ലോ പണിപ്പുരയിൽ കയറാൻ പറ്റുക. അപ്പോൾ കയറുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കണം, അക്ബറിൻ്റെ ഡ്രസ്സ് എടുക്കാൻ നിൽക്കാതെ എല്ലാവർക്കും കൂടെയുള്ള ഫുഡ് എടുക്കണം, നല്ല ഉടുപ്പിട്ടിട്ട് വെറുതെ പട്ടിണി കിടക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും കഴിച്ചിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബിന്നീനെ കോട്ട് ചെയ്തിട്ട് തന്നെ ബിഗ് ബോസ് അത് പറയുന്നുണ്ട്. എന്നിട്ട് അക്ബറിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അപ്പോൾ ഒട്ടും ഫുഡില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആകെ ഉള്ളൊരു പ്രതീക്ഷ അക്ബർ പണിപ്പുരയിൽ പോയിട്ട് എടുത്തിട്ട് വരുന്ന ആ ഒരു ഫുഡിലാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഈ വീടിൻ്റെ മുഴുവനും പ്രതീക്ഷ അക്ബറിൻ്റെ മുകളിലാണ്. എന്തൊക്കെ സാധനങ്ങളാണ് അക്ബർ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നു, ഞാൻ ഫുഡ് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, കാരണം അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ പറ്റുകയാണെങ്കിൽ അഭിലാഷിൻ്റെ സോക്സ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അഭിലാഷിന് ആ സോക്സ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ സോക്സ് എടുക്കണമെന്നുണ്ട്. എന്നാലും കൂടുതൽ ഫുഡായിരിക്കും എടുക്കാൻ ശ്രമിക്കുക, പേഴ്സണൽ ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നു. അതേപോലെ ഇവിടെ ഫുഡില്ലാഞ്ഞിട്ടും പലർക്കും ഭയങ്കര സന്തോഷമാണ് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ അക്ബർ പറയുകയാണ്, ലാസ്റ്റ് ടൈം, അതായത് ആദ്യത്തെ പ്രാവശ്യം പണിപ്പുരയിലേക്ക് അക്ബറും ആദിലയും നൂറയും കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് സമയം ഓവറായി പോയത് കൊണ്ട് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കേണ്ടി വന്നല്ലോ. അപ്പോൾ അന്ന് രഞ്ജിത്ത് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന്, അക്ബർ അല്ലാതെ വേറെ ആരെങ്കിലും പോയിരുന്നെങ്കിൽ ഉള്ള സാധനം കിട്ടിയേനെന്ന്. അപ്പോൾ അത് അക്ബർ ഇവിടെ പറയുകയാണ്. അപ്പോൾ അക്ബറൊക്കെ അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ച് പ്ലാൻ ചെയ്ത് പറയേണ്ട സമയത്ത് അവിടെ കൊണ്ടിട്ട് പറയും. അപ്പോൾ രഞ്ജിത്തിന് എന്തായി, സ്വാഭാവികമായിട്ടൊരു അഭിമാനക്ഷത അവിടെ വരുന്നു. അപ്പോൾ പിന്നെ അക്ബർ കൊണ്ടുവരുന്ന ഫുഡ് രഞ്ജിത്തിന് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. ഇതിൻ്റെ കൂടെ അക്ബർ പറയുന്നുണ്ട്, ബിന്നി മാത്രമൊന്നും അല്ല, ഇവിടെ ഏറെക്കുറെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡ് എടുക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. കാരണം ബിന്നീനെ കോട്ട് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കിനും ബിന്നിക്കൊരു ക്രെഡിറ്റ് കിട്ടി എന്നുള്ളത് അക്ബറിന് തോന്നിയിട്ട് അതിന് മേലെ ഒരു ഇത് കൊണ്ടുവച്ചു. പാടും പട്ടാങ്ങും ഒക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം ബിഗ് ബോസ് തിരിച്ചു പറയാണ്, ഞാനിതെല്ലാം കേട്ടു, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇന്ന് അക്ബറിന് മാത്രമുള്ള സാധനങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ, ആ സാധനങ്ങൾ മാത്രമേ പണിപ്പുരയിൽ വെച്ചിട്ടുള്ളൂ എന്ന്. അതായത് അക്ബറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും അക്ബറിന് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഫുഡും മാത്രമേ പണിപ്പുരയിൽ വെച്ചിട്ടുള്ളൂ എന്ന്. 20 സെക്കൻഡ് സമയമുണ്ട്, 500 പോയിൻറ്സും ഉണ്ട്. ഈ രണ്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അങ്ങനെ അക്ബർ പണിപ്പുരയിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, നീ ബെഡ്ഷീറ്റ് എടുത്തോ, തലയണ കവർ എടുത്തോ, ഈ സാധനങ്ങൾ കിട്ടുന്ന മാക്സിമം സാധനങ്ങൾ, ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മാക്സിമം സാധനങ്ങൾ അതിലെടുക്കാം എന്നുള്ളത് വിചാരിച്ചിട്ട്. അപ്പോൾ അതിലാരോ പറയുന്നുണ്ട്, അടുക്കളയിൽ പോയിട്ട് വേസ്റ്റ് കവർ എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പോയിട്ട് വലിയൊരു വേസ്റ്റ് കവറൊക്കെ ആയിട്ട് അക്ബർ ഗാർഡൻ ഏരിയയിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അകത്ത് കയറുന്നതിന് മുമ്പ് കയ്യിലുള്ള കവർ പുറത്ത് വയ്ക്കാൻ. അങ്ങനെ ബസ്സറടിക്കുന്നു, അക്ബർ അകത്ത് പോകുന്നു. അവിടെ ഇങ്ങനെ ഈ ഭയങ്കര ലൈറ്റ് ഇങ്ങനെ മിന്നിയും തെളിഞ്ഞും ഒക്കെ നിർത്തിയിരിക്കും, ഓണാക്കിയും ഓഫാക്കിയൊക്കെ ഒരു മിന്നൽ എഫക്റ്റ് പോലെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അക്ബർ വേഗം തന്നെ പുറത്തിറങ്ങുന്നു. പൊറോട്ടയും മട്ടൻ കറിയും, ചിക്കൻ ബിരിയാണി, ബർഗർ വെജും ബർഗർ നോണും, ഹാഫ് ഷവായി, അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസ്, ഇത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 690 മുകളിലുണ്ട്. ക്യാപ്റ്റനായിട്ടുള്ള അനീഷാണ് ഇതൊക്കെ കൂടെ എണ്ണി ടോട്ടൽ എത്ര പോയിൻറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആകെ 500 പോയിൻ്റേ ഉള്ളൂ. 690 പോയിൻറ്റിലുള്ള സാധനങ്ങൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ അനീഷ് പറയാണ്, എന്തായാലും കൂടുതലായിട്ട് എടുത്ത സാധനങ്ങൾ തിരിച്ചു വയ്ക്കണം. അപ്പോൾ എല്ലാവരും കൂടെ അനീഷിൻ്റെ നേരെ ഇങ്ങനെ ചെല്ലുകയാണ്, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനാണ്, ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഇങ്ങനെ എല്ലാവരും കൂടെ ചുറ്റിനും വളഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് തിരിച്ച് വെക്കണം എന്നുള്ളത്. പക്ഷേ അനീഷിന് ഉറപ്പാണ്, അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത്. എല്ലാവരും കൂടെ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനകത്തുനിന്ന് 200 പോയിൻറ്റ്സിൻ്റെ സാധനങ്ങൾ ഒഴിവാക്കുന്നു, ബാക്കിയുള്ളത് ഇവരെടുക്കുന്നു. എല്ലാവരും പിരിഞ്ഞു പോയി. റെന വീണ്ടും കിച്ചൺ ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ റെന പറയുന്നു, റെനയ്ക്ക് അവർ ഈ ആലു പറാത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് ജിസേലാണ് ആ ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ജിസേൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചൺ ടീം ജിസേലിന് അവിടെ കയറി കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു അനുവാദം കൊടുത്തു. ജിസേലുണ്ട്, ഒണിയലുണ്ട്, അതുപോലെ തന്നെ രഞ്ജിത്തും ഉണ്ട്. അപ്പോൾ ഇവർ അവിടെ നിന്നിട്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ റെന കിച്ചണിൻ്റെ പുറത്തിങ്ങനെ വന്ന് നിന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഞാൻ ഉണ്ടാക്കട്ടെ, ഞാനും കൂടെ ഉണ്ടാക്കട്ടെ, ജിസേൽ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ,
അപ്പോൾ ഇടയ്ക്ക് ഒണിയൽ പറയും ഇവിടെ വേറെ ആർക്കും കയറാൻ പറ്റില്ല, ഇത് കിച്ചൺ ടീമാണ്, ഇവിടെ ഞങ്ങളാണിത് തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ റെന തിരിച്ചു പറയും എന്തിനാ ഇങ്ങനെ മെയിൻ ആവാൻ നിൽക്കുന്നത്. അപ്പം ഒണിയൽ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിൻ്റെ അടുത്ത് പറയും ഈ കൊച്ചിവിടെ നിൽക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ തുപ്പൽ വീഴുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നു അതൊക്കെ കിച്ചൺ ക്യാപ്റ്റൻ ഡിസൈഡ് ചെയ്യുക, കിച്ചൺ നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നു. അങ്ങനെ റെന ഒരു ആലു പറാത്ത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് പരത്തി സ്റ്റൗവിൽ വെക്കാൻ പോകുമ്പോഴത്തേക്കിനും ഒണിയൽ അത് സമ്മതിക്കുന്നില്ല. അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. റെന സമ്മതിക്കാതെ റെന തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറച്ചിലായി. ഒണിയൽ പറയുന്നു നിൻ്റെ ടാലൻ്റ് എന്താ, നീ അവിടെ കേട്ടത് ഇവിടെ വന്ന് പറയുന്നു, ഇവിടെ കേട്ടത് അവിടെ പോയി പറയുന്നു, അതൊക്കെ തന്നെയല്ലേ, കീടാണുമാണ്, പാൽപ്പൊടിയാണ്, സെർലാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒണിയൽ സംസാരിക്കുന്നു. അപ്പം ഈ ശാരികയും ഇവരൊക്കെ വന്നിട്ട് ഈ റെനേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവർ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയല്ലേ, അപ്പം റെന എന്തിനാ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, റെനയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറി നിന്നൂടെ, റെന ഓൾറെഡി കഴിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട് ശാരിക ചോദിക്കുന്നു നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് എന്ന് പറയുന്നു. അതിൽ റെന നല്ല രീതിയിൽ ഒണിയലിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഒണിയൽ പ്രൊവോക്ഡ് ആവുന്നുമുണ്ട്, തിരിച്ച് പറയുന്നുമുണ്ട്. അപ്പം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിക്കാനുള്ള ഗട്ട്സും കൂടെ റെന കാണിക്കണം. പക്ഷേ റെന എന്ത് ചെയ്തു, അവിടെ കരഞ്ഞു, ഫുഡിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു, ഫുഡിന് ഉണ്ടാക്കി തരുന്ന ഫുഡിന് വരെ കണക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റെന കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഒണിയലിൻ്റെ അടുത്ത് പോയിട്ട് ഒണിയൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് പിന്നെയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ ഈ റെന കരയുന്ന കാണുമ്പോഴത്തേക്കിനും ശരത്തും അക്ബറും കൂടെ റെനേൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നീ അവിടെ നിൽക്കാതെ നീ പിന്നെയും പോയിട്ട് അവനോട് എന്തിനാ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരോട് പറയും അതെൻ്റെ ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്തോളാം. അത് കേട്ടിട്ട് ശരത്ത് വേഗം പോയിട്ട് ബെഡ്റൂമിൽ പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കിട്ടും അവളെ എൻ്റെ കയ്യിൽ, നിങ്ങളുടെ ഇഷ്ടമാണ് എന്നല്ല ഞാൻ കൊടുക്കുന്നുണ്ട് അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ബെഡ്റൂമിൽ പോയിട്ട് ഈ റെനയ്ക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നു. പിന്നീട് അക്ബറും ആ സ്ഥലത്തുനിന്ന് പോകുന്നു. റെന കരഞ്ഞുകൊണ്ട് വന്ന് സോഫയിലിരിക്കുകയാണ്. അപ്പോൾ അനുവും ബിൻസിയും ഈ ആദിലെ നൂറയൊക്കെ വന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. റെന ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരിത്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു. ആ ഫുഡ് റെന അനീഷിന് കൊടുക്കുന്നു. ഈ ഒണിയൽ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റെന ഇരിക്കുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രൊവോക്കിംഗ് ഗെയിം എടുക്കുമ്പോൾ അങ്ങോട്ടും കൊടുക്കുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചും വരും. അന്നേരം നിന്ന് കരയാൻ നിൽക്കുമ്പോഴത്തേക്കിനും അവിടെ റെന ഒരു ഷോ കാണിക്കുന്നത് പോലെ, ഒരു കാർഡ് ഇറക്കുന്നത് പോലുള്ളൊരു ഫീലാണ് വരിക. അതിൽ ഇതിനിടയ്ക്ക് രഞ്ജിത്ത് പറയുന്നുണ്ട് ഞാൻ ഏതായാലും എനിക്ക് കഴിക്കാനുള്ള ഉച്ചയ്ക്കത്തെ ഒരു റൊട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ഫുഡൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിമാന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് കഴിക്കരുത് എന്ന്. ഇതിനിടയ്ക്ക് ഷാനവാസ് ഒരു കാര്യം പറയുന്നത്, ഇന്നലെ ശൈത്യനെ ഈ ശരത്തും അക്ബറും ബിന്നിയും കൂടെ എടുത്തു പോയ റെഡ് ലൈൻ എടുത്തുന്നതിന് മുമ്പ് ശൈത്യം ഉണർന്നു. അപ്പോൾ ആ ടാസ്കിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാസ്കിൽ നിന്നിട്ട് എവിക്ഷനിൽ നിന്നിട്ട് സേഫ് ആകും എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്കൊരു സംശയം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ശൈത്യം ഓൾറെഡി സേഫായി, ഇനിയിപ്പോൾ ശൈത്യനെ ആ തരത്തിൽ പിന്നെ എവിക്റ്റ് ആക്കാനായിട്ട് പറ്റത്തില്ല, ശൈത്യയ്ക്ക് ഉറങ്ങാം. ഒരു തവണ ശൈത്യനെ അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊരു അറ്റംപ്റ്റ് നടത്തി, ശൈത്യം എഴുന്നേറ്റു, അതിനകത്തുനിന്ന് സേഫായി. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഈ ശൈത്യം തന്നെ തിരിച്ചറിഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് 7-ന്റെ മണിയാണല്ലോ, അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ട് അവനവൻ തന്നെ തീരുമാനം എടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്തോ ശൈത്യം ഇപ്പോഴും ആ ടാസ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈവിൽ ഇതുവരെ നടന്നിട്ടുള്ളത്.